Hello guys, welcome back to our YouTube channel Kudiraman's World. Guys, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് പോവാണ്. ആരുടെ ഒപ്പം നമ്മൾ സ്കൂൾ പൂട്ടിയിട്ട് പോയില്ല, ഫ്രണ്ട്സായിട്ടൊന്നും പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നാണ് പോണത്. പക്ഷേ എന്താ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ബുക്ക് ചെയ്തേക്കണേ അപ്പുറത്തെ സൈഡിൽ എൻ്റെ മാതാശ്രീയും ചേട്ടനും അമ്മച്ചൊക്കെ കൂടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇവിടെ ഒരുമിച്ചാണ് പോണത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. ഇവരാരോ ഞങ്ങളാരോ. അപ്പൊ നമ്മൾ പോവാണ് ഗൈസ്. നോക്കിയേ ഞങ്ങൾ മരിക്ക് പോവാന്നപ്പോ അതിന്റെ ഇടയിൽ കൂടെ ഇവര് എന്ത് ചെയ്യ അവർക്ക് ഗാനത്തിൽ തന്നെ കാണുന്നത്, ഗാനത്തിൽ തന്നെ. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു, നമ്മൾ തിയേറ്ററിലേക്ക് പോവാണ്. പിന്നെ അവിടെ എത്തുമ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. ഒന്നാമത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നേരം വൈകി കഴിച്ചു, അതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അകത്ത് കയറിയിരുന്നു, തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. പിന്നെ മമ്മയും അമ്മച്ചി അവരൊക്കെ അപ്പുറത്തെ സൈഡിൽ പോയിരുന്നു. അങ്ങനെ നമ്മുടെ മൂവി തുടങ്ങി. ഞാൻ ഫസ്റ്റ് പേര് എഴുതി കാണിക്കുന്നൊക്കെ എടുക്കാൻ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല guys. അങ്ങനെ ഒരു ഇന്റർവെൽ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ അമ്മ പോപ്കോൺ വാങ്ങിയാൻ വന്ന് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ മമ്മയുടെ അടുത്ത് ചോദിച്ച് ഞാൻ പോപ്കോൺ. മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവെൽ ആകുമ്പോൾ പോപ്കോൺ ഒന്നും ചോദിച്ച് വരരുതെന്ന്. പക്ഷേ എനിക്ക് നാണമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി ചോദിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂവി തുടങ്ങി. ഞങ്ങൾ പോപ്കോണൊക്കെ കഴിച്ച് മൂവി കണ്ടു ഗൈസ്. പിന്നെ ലാസ്റ്റ് പേര് എഴുതി കാണിക്കുന്നത് എനിക്ക് കിട്ടി, തുടരും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി, തൃപ്തിയായി എനിക്ക്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി തൃശ്ശൂർക്ക് പോവാണ്, റൗണ്ടിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ മുമ്പ് ഞങ്ങൾ പ്ലാൻ ഇട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിബിഷന് പോയി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡൊക്കെ അടിക്കാമെന്നാണ്. പിന്നെ ഞാനാണ് പറഞ്ഞത് എക്സിബിഷന് പോകണ്ട, ഞാൻ 2 വട്ടം പോയതാണ്, അതുകൊണ്ട് ഇനി അവിടേക്ക് കയറാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ഞാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ മൂവി ആക്കി. അങ്ങനെ മൂവി കഴിഞ്ഞ് അതന്നെ ഹീലുള്ള ജയിക്കില്ല. അങ്ങനെ നമ്മൾ ബസ് കയറി നേരെ ചെന്നിറങ്ങിയത് തൃശ്ശൂർ റൗണ്ടിലാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് ഇങ്ങനെ. പിന്നെ പിള്ളേർക്ക് വീട്ടിൽ വരാൻ ഭയങ്കര നാണാണ് ഗൈസ്. ഇവർ മുഖം കുത്തിയിട്ടാണ് നടക്കാൻ ഞാൻ ക്യാമറ കൊണ്ടുപോകുമ്പോൾ. പിന്നെ ഒരുത്തന് പിന്നെ കിട്ടില്ല ക്യാമറയിൽ, കാരണം അവന് ഭയങ്കര ഹൈറ്റാണ്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ക്യാമറ പൊക്കി പിടിച്ചിട്ട് വേണം അവനെ. അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയത് എക്സിബിഷൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ എത്തിയപ്പോൾ ഇവർക്ക് പടക്കം വാങ്ങണം ഗൈസ്. ഇതൊരു പുതിയ പടക്കമാണ്, റീൽസിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എവിടെ കയറുന്ന അറിയില്ല. ഫസ്റ്റ് മറ്റേ മന്തി കഴിക്കാൻ പോവാന്നാണ് പറഞ്ഞത്. പിന്നെ അതൊക്കെ മാറ്റി ഞങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ആ പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് എറിഞ്ഞ് നടക്കുക. ഭാഗ്യത്തിന് വഴിക്കൂടെ പോകുന്നവരുടെ അടിയൊന്നും കിട്ടിയില്ല, വിശപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്നോട് ഫോൺ ഓഫ് ആക്കാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഫോൺ ഓഫ് ആക്കാൻ. വേണ്ട ഗൈസ്, ഇവിടേക്കാണ് ഇവർ നല്ല മഴ. കേറൂ, ചോറുണ്ടോ ചോദിക്കാം. ഇപ്പൊ വേണ്ട ഇവിടെയും കിടപ്പോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് മിങ് പാലസിലായിരുന്നു. ഇവിടെയാണെങ്കിൽ ഭയങ്കര ഇരുട്ട് ഗൈസ്, വീഡിയോയിലിട്ടാ. നേരിട്ട് അങ്ങനെ ഇരുട്ടൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ടോർച്ചൊക്കെ ഓണാക്കി. എന്നാലും ഇവിടെ കാണാനില്ല മര്യാദയ്ക്ക്. നമ്മളൊരു വെറൈറ്റി ഫുഡാണ് ഓർഡർ ചെയ്തത്. സംഭവം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയായിരുന്നു. കാരണം ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യം വെറുതെ വെറൈറ്റി പിടിച്ച് നോക്കിയതാണ്. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതിൻ്റെ പേരൊന്നും ഓർമ്മ കിട്ടണില്ല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. എന്തോ ഒരു റൈസാണ്, പിന്നെ എന്തോ ഒരു ചിക്കനുമാണ്, ഓർമ്മയില്ല ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, പുറത്തിറങ്ങി. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ പറയുന്ന പാർക്കിൽ പോയി കുറച്ച് നേരം ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ
ഗൈസ് ഇരുട്ടായി ഗൈസ് പോടാ അന്നമ്മ 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 നിന്റേതോ പ്രോമാക്സോ ഐഫോൺ ആഡ്രാ ഡി അയ്യോ ഗൈസ് നമ്മളെ ഇരുത്തിയില്ല ഗൈസ് നമ്മളെ ഇരിക്കാൻ സമ്മതിച്ചില്ല എന്തില്ല ഊഞ്ഞാലില്ലേ അല്ലേ ഊഞ്ഞാലിരിക്കാൻ സമ്മതിച്ചില്ല ഗൈസ് 18 വയസ്സായില്ല ഞങ്ങൾ ഇപ്പോഴും കുഞ്ഞു കുട്ടികളാണ് എന്താണ് മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിൽ പോവാണ് രാത്രിയായി ഗൈസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് അവിടെ നിന്ന് ഇനി ബസ് കയറണം ബസ് ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പം ഞങ്ങൾ നടന്നു അങ്ങോട്ട് അവിടെ വരെ നടന്നു കുറേ ഉണ്ടായിരുന്നു നടക്കാൻ പിന്നെ ഞങ്ങൾ ഓടിയും ചാടിയൊക്കെ നടക്കുമായിരുന്നു ഞാനധികം വീഡിയോ എടുക്കാൻ നിന്നില്ല കാരണം എൻ്റെ ഫോണിലത്തെ ചാർജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പവർ ബാങ്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ശ്രീദേവിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ ബാങ്ക് എടുത്ത് വയ്ക്കാം പക്ഷെ അവള് പവർ ബാങ്ക് ഒക്കെ എടുത്ത് വെച്ചു പക്ഷേ ചാർജർ മാത്രം അവൾ എടുത്ത് വെച്ചില്ല ചാർജർ ഉണ്ടെങ്കിൽ കുത്താൻ പറ്റുള്ളൂ സ്റ്റാൻഡിലെത്തി പിന്നെ ബസ് കയറി ബസ് എടുത്തപ്പോഴത്തേക്കും എൻ്റെ ചാർജൊക്കെ കഴിഞ്ഞു ഗൈസ് ബസ് എടുത്ത് കുറച്ച് പോകുമ്പോഴത്തേക്കും ചാർജ് കഴിഞ്ഞു ഓഫ് ഐഫോൺ പിന്നെ നമ്മുടെ ആദിലക്ഷ്മിയും ആദിമിത്രൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് വരാൻ പറ്റിയില്ല ഗൈസ് അവരില്ലാത്തതുകൊണ്ട് വിഷമമുണ്ട് കാരണം അവരും കൂടെ വേണ്ടതായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ